ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടമാണ് ഇന്ന് ഇവിടെ നമ്മൾ തുടരാൻ പോകുന്നത്. ഇന്ന് 2 സെഷനുകളാണ് നമ്മുടെ സെമിനാറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഒന്നാമത്തേത് ഖുർആനിൻ്റെ ഒരു ആശയ പ്രത്യയശാസ്ത്ര തലം വിശദമാക്കുന്നത് അതിൻ്റെ ആയത്തുകളിലൂടെയാണ്. ഈ ആയത്തുകൾ മലയാളത്തിലെ സൂഫി തസൂഫി കാവ്യ പാരമ്പര്യത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിൻ്റെ അത്തരം ദാർശനികമായ പ്രയോഗ സവിശേഷതകളിലൂടെയാണ് സാഹിത്യ വിമർശനം, സാഹിത്യ നിരൂപണം എന്നിവയുടെയൊക്കെ ഇസ്ലാമിൻ്റേതായൊരു അടിത്തറ രൂപപ്പെടേണ്ടത്. ഒരു ഇസ്ലാമിക ദാർശനിക തലം രൂപപ്പെടുന്നത് അത്തരം ദർശനങ്ങളിലൂടെയാണ്. ഈ ദർശനങ്ങൾ എങ്ങനെയാണ് തസവുഫിൻ്റെയും മറ്റു വ്യവഹാരങ്ങളുടെയും, ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മൊഹീദ്ദീൻ മാല പോലെയുള്ള മാപ്പിള വ്യവഹാരങ്ങളിലൂടെയും എങ്ങനെ രൂപപ്പെട്ടത് എന്നത് വർഷങ്ങളോളം ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന ഒരാളാണ് സമീർ ബിൻസി. നിങ്ങൾക്കറിയാം, സമീർ ബിൻസി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗസൽ, ഖവാലി, സൂഫി സംഗീത ഗവേഷകനും ഗായകനുമാണ്. ഒരു വിദേശത്തടക്കം ധാരാളം പരിപാടികളൊക്കെ നടത്തി പുറത്ത് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ആളുമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മുടെ വളരെ എഴുതുന്ന ആളുകളാണ്, ആലോചിക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ നടത്തുന്ന ഒരു സെമിനാർ സംബന്ധമായ ഒരു പ്രോഗ്രാമാണിത്. നേരത്തെ പറഞ്ഞ ഒരു ക്ഷമാപണ സ്വരത്തിലാണ് ബിൻസിയെ ഞാൻ ഈ പരിപാടിക്ക് വിളിച്ചിട്ടുള്ളത്. മാത്രമല്ല ബുദ്ധിയുള്ള ആളുകളോടും ഇത്തരം വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന ആളുകളോടും ഈ വിഷയം സംസാരിക്കുക എന്നതിനെ സന്തോഷകരമായി കാണുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അത് എത്ര ചെറിയ സദസ്സാണെങ്കിലും പറയുന്നത് കാമ്പുണ്ടാവുക എന്ന് കേൾക്കുന്നവരും പറയുന്നവരും വിശ്വസിക്കുന്ന കാലത്തോളം ഇത്തരം ചെറിയ സദസ്സുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ഈ സദസ്സ് ഇത്ര ചെറുതാണ് എന്നതിൽ ബിൻസിയോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇതിൻ്റെ ഒരു വ്യവഹാര ലോകത്താണ് നിലനിൽക്കുന്നത്, അതുകൊണ്ട് ഇത് പ്രസക്തമാണ് എന്ന് തിരിച്ചും പറയുന്നു. അപ്പോൾ സമീർ ബിൻസിയെ നിങ്ങൾക്കറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡോടുകൂടി താൻ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, താൻ ഏത് രംഗത്താണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് എൻ്റെ നിലയും നിലപാടും എന്ന് അറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൃത്യമായി പാലിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന അർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ബിൻസിയെ കിട്ടുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഭാഗ്യമായി കരുതാം. അതാണ് ബിൻസിയുടെ പ്രബന്ധമാണ് ഒന്നാമതായിട്ടുള്ളത്. പിന്നെ സമീർ KS ഇവിടെ എത്തിയിട്ടില്ല, അദ്ദേഹം വഴിയിലാണ്, ഒരുപക്ഷെ ഉടൻ വരികയായിരിക്കും. ഷമീർ KS ഇതേപോലെ ഇത്തരം വിഷയങ്ങളിൽ ധാരാളമായി എഴുതിയ വിവർത്തകനും എഴുത്തുകാരനുമായ ഒരാളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഒരു ഉയിരെഴുത്ത് ക്യാമ്പിൽ തലശ്ശേരിയിൽ നടന്ന ഇസ്ലാമിക സൗന്ദര്യ ദർശനം എന്ന ഉയിരെഴുത്ത് ക്യാമ്പിൽ അദ്ദേഹം വരികയും ഇസ്ലാമിൻ്റെ സൗന്ദര്യ ദർശനത്തിലെ ഖുർആനിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം എല്ലാവരും അന്ന് വളരെ നല്ല പ്രഭാഷണമായി എന്ന് പറഞ്ഞതുമാണ്. പതിഞ്ഞ സ്വരത്തിൽ ധാരാളം അറിവുകൾ പകരുന്ന ഒരാളാണ് ഷമീർ. മാത്രമല്ല ഖുർആൻ വിവർത്തനം ചെയ്ത ആളാണ്. ഇന്നലെ നമ്മൾ പലരും ഉന്നയിച്ചൊരു കാര്യമാണ്, മലയാളത്തിൻ്റെ സമകാലിക വായനക്കാർക്ക് യോജിക്കുന്ന രീതിയിൽ ഖുർആൻ വിവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രസക്തമായൊരു കാര്യം. അത്തരമൊരു വിവർത്തനം നിർവഹിച്ച ആളുമാണ്. അതർ ബുക്സിൽ ആ വിവർത്തനം ലഭ്യവുമാണ്. പക്ഷേ വലിയൊരു പ്രചാരം ആ വിവർത്തനത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. മാത്രമല്ല ധാരാളം വിവർത്തനങ്ങൾ ഇന്നത്തെ ഏറ്റവും സമകാലികമായ ഇസ്ലാമിക് തോട്ട് മലയാളത്തിൽ എത്തിക്കുന്നത് വലിയ പങ്ക് വഹിച്ച ആളുമാണ് ഷമീർ. അദ്ദേഹത്തിൻ്റെ ബഹുഭാഷാ പാണ്ഡിത്യവും മറ്റും ആ നിലക്ക് കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും പുതിയ തലമുറയോട് പുതിയ ഭാഷയിൽ ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ഷമീർ. അദ്ദേഹം ഉടൻ എത്തും. ഈ പ്രബന്ധവേളയെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നത് ആരാമത്തിൻ്റെ എഡിറ്ററായ ഫൗസിയ ഷംസാണ്. ഫൗസിയ ഷംസ് തനിമയുടെ സംസ്ഥാന സമിതി അംഗമാണെന്ന് മാത്രമല്ല എഴുതുന്ന ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന പ്രഭാഷകയായ വ്യക്തിത്വമാണ്. ഈ പരിപാടി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സഹോദരി ഫൗസിയ ഷംസിനെയും പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സമീർ ബിൻസിയും ക്ഷണിച്ചുകൊണ്ട് വേദി നിങ്ങൾക്കും ഫൗസിയ ഷംസിനെയും ഏൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.